16-കാരൻ അഭിജിത്തിന്റെ തിരോധാനവും അപ്രതീക്ഷിത മരണവുമൊക്കെ ഏറെ നടുക്കുന്ന ഒന്നായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ റിപ്പോർട്ടർ ശ്രീജിത്ത് മാരാർ നേരിട്ട് വെമ്പായത്ത് അച്ഛൻ്റെയും അമ്മയുടെയും തേക്കട വാറുവിളാകം വീട്ടിൽ ബിജുവിൻ്റെയും ബീനയുടെയും സമീപത്തെത്തി ബിജുവിൻ്റെ അഭിമുഖമൊക്കെ എടുത്തിരുന്നു. അവർക്കുണ്ടായ സങ്കടമൊക്കെ നിങ്ങളെ കാണിച്ചു. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അഭിജിത്തിനുണ്ടായ ദുരന്തത്തെക്കുറിച്ച് പോലീസ് നടത്തിയ നിഷ്ക്രിയമായ അന്വേഷണത്തെക്കുറിച്ചാണ്. വെറും നിഷ്ക്രിയമായ അന്വേഷണം. വട്ടപ്പാറ പോലീസിന് മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് ബിജുവും ബീനയും പരാതി കൊടുക്കുന്നു. അവരും എന്താണ്, താഴ്ന്ന ജാതിക്കാരാണ്. അപ്പോൾ പോലീസ് ആ പരാതി മുഖവിലേക്ക് എടുത്തില്ല. പോലീസ് ആ പരാതി അത്ര ഗൗരവത്തിലെടുത്തില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഒരല്പമെങ്കിലും കരുണ ആ അച്ഛനോടും അമ്മയോടും പോലീസ് കാണിച്ചിരുന്നുവെങ്കിൽ ഈ അഭിജിത്ത് ഇങ്ങനെ ആകുമായിരുന്നില്ല. ഒരു പക്ഷേ ട്രെയിൻ തട്ടി അപകടമാണ് മരണത്തിന് കാരണമായതെങ്കിൽ പോലും ആ മകന് അനാഥനായി സംസ്കരിക്കപ്പെടില്ലായിരുന്നു. അയാൾക്ക് അച്ഛനും അമ്മയും ആ ബോഡി സ്വീകരിച്ചു കൊണ്ടുപോയി യഥാവിധി ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മൃതദേഹം സംസ്കരിക്കുമായിരുന്നു. അതിനു പോലും പോലീസ് അവസരമുണ്ടാക്കിയില്ല. എന്താണ്, ഒരു താഴ്ന്ന ജാതിക്കാരാണ് അവർ കൊടുത്ത പരാതിക്ക് അത്ര വിലയെ വട്ടപ്പാറ പോലീസ് എടുത്തുള്ളൂ. ഇനി എന്നിട്ട് പേട്ട പോലീസിനെ കുറിച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ വാർത്തയിൽ കുറ്റപ്പെടുത്തിയത്. അവർക്ക് ഒരു ബോഡി ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചു എന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അവർ പോയി ബോഡി എടുക്കുന്നു, ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു, മെഡിക്കൽ കോളേജിൽ കൊണ്ട് എത്തിക്കുന്നു, പോസ്റ്റ്മോർട്ടം നടപടികൾ, അതിനുശേഷം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. ബന്ധുക്കളെ അന്വേഷിക്കേണ്ട ചുമതല ആർക്കാണ്? പോലീസിനാണ്. ബോഡി പരിശോധിച്ച പോലീസിന് അവിടെ നിന്ന് എന്തെങ്കിലും തെളിവ് ലഭിക്കാതിരിക്കുമോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരു ബട്ടൺസിൽ നിന്ന്, ഒരു മുടിനാരിഴയിൽ നിന്ന് ഒക്കെ കൊലപാതകികളെ കണ്ടെത്തിയ പോലീസാണ് കേരള പോലീസ്. സ്റ്റീഫനെ പിടിച്ച കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു പരീക്ഷാ പേപ്പറിൽ കണ്ട പേരിൽ നിന്നാണ് സ്റ്റീഫൻ എന്ന അമ്പലക്കള്ളനെ കേരള പോലീസ് പിടികൂടിയത്. വർഷങ്ങൾക്ക് മുമ്പ്, സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിക്കുന്നതിന് മുമ്പ്. ബി ഉമാദത്തൻ സാറിന്റെ പുസ്തകമൊക്കെ വായിച്ചു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. വെറും വിരലടയാളം കൊണ്ട് കൊലയാളികളെ പിടിച്ച സംഭവങ്ങളുണ്ട്. മുടി മണ്ണിൽ തട്ടി അവിടെ ഉണ്ടായ പാടുകൊണ്ട്, ഗ്ലാസ്സിലെ വിരലടയാളം കൊണ്ട്, ഇങ്ങനെയൊക്കെ പിടികൂടിയ പോലീസാണ് ഇവിടെ എന്ത് നടത്തിയിരിക്കുന്നത്? ഈ പാവം പേട്ട റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്ന കുട്ടിയെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഏപ്രിൽ 5-ന് മൃതദേഹം സംസ്കരിക്കുവാൻ മെഡിക്കൽ കോളേജിന് അനുമതി കൊടുത്തത്. അങ്ങനെ സനാഥനായ ഒരു 16-കാരനെ അനാഥനാക്കി കുഴിച്ചുമൂടിയതിന്റെ ഉത്തരവാദിത്വം പേട്ട പോലീസിനുണ്ട്. അന്വേഷിക്കാത്തതിന്റെ ഉത്തരവാദിത്വം വട്ടപ്പാറ പോലീസിനുണ്ട്. ആ നിഷ്ക്രിയത്വമാണ് താഴ്ന്ന ജാതിക്കാര് എന്ന മുഖമുദ്ര കുത്തി ഈ പാവം അച്ഛന്റെയും അമ്മയുടെയും പരാതി പരിഹരിക്കാതെ പരാതി പൂഴ്ത്തിവെച്ച പോലീസിന് ഉണ്ട്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇനി കേസ് അന്വേഷണത്തെക്കുറിച്ച് പറയാം. പോലീസ് പറയുന്നത് ഇത് ട്രെയിൻ തട്ടിയുള്ള മരണം തന്നെയാണ്, അല്ലെങ്കിൽ സൂയിസൈഡ്. ഇതാണ് പോലീസിന്റെ വാദം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ ഈ രക്ഷിതാക്കൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിരുന്നുവെങ്കിൽ അത് നമ്മുടെ റിപ്പോർട്ടർ അവിടെ പോയപ്പോൾ അവർ ഉറപ്പായും കൊടുക്കുമായിരുന്നു. അവരുടെ കൈവശം ഇതുവരെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സംശയം കത്തിക്കൊണ്ടേയിരിക്കും. ട്രെയിൻ തട്ടിയാണ് മരണമെങ്കിൽ നമുക്കറിയാം, ദേഹമാസകലം മുറിവുണ്ടാകും, അല്ലെങ്കിൽ കൈകാലുകളെല്ലാം ഇല്ലെങ്കിൽ ഛിന്ന ഭിന്നമായിരിക്കും, വിച്ഛേദിക്കപ്പെട്ടിരിക്കാം, കബന്ധമായിട്ടായിരിക്കും കണ്ടെത്തുക, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ കുട്ടിയുടെ തലയിൽ ചെറിയൊരു മുറിവ് മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് അവർ സംശയിക്കുന്നത് ഇത് കൊലപാതകമാണെന്ന്. അവരിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഇത് കൊലപാതകം തന്നെയാണെന്ന്. പോലീസ് പറയുന്നത് ഇത് ട്രെയിൻ തട്ടിയുള്ള മരണം. അതിന് ദൃക്സാക്ഷികളുണ്ട്. ദൃക്സാക്ഷികൾ പേട്ട മതിൽമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കച്ചവടക്കാരനാണ്, തട്ടുകട, ഒരു മുറുക്കാൻകട കച്ചവടക്കാരൻ. അയാൾ പറയുന്നു, ഈ പയ്യൻ അന്നേ ദിവസം എൻ്റെ കടയിൽ വന്നിരുന്നു. കടയിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങി എന്നിട്ട് ട്രാക്ക് വഴി നടന്നു പോകുന്നത് കണ്ടിരുന്നു എന്നാണ് ഈ പറയുന്ന കടക്കാരൻ്റെ മൊഴി. ആ കടക്കാരനെ സെറ്റിട്ടതാണോ എന്ന് ഇനി അന്വേഷിക്കണം. വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാകും ചിലപ്പോൾ പേട്ട പോലീസാണ്. പേട്ട പോലീസ് ഇതും ചെയ്തിട്ട് അപ്പുറവും ചെയ്യും. സെറ്റിട്ട കടക്കാരനുമാകാം. നിങ്ങളൊന്നും ഇങ്ങനെ ഒരു സാക്ഷി പറഞ്ഞിട്ട് പോകണം, നമ്മൾ അല്ലെങ്കിൽ കുരുങ്ങും എന്ന് പറഞ്ഞ് സെറ്റിട്ടതാകാനും സാധ്യതയുണ്ട്. അതും അന്വേഷിക്കണം. അപ്പോൾ പോലീസ് അങ്ങനെ ഒരു മൊഴി കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു ഈ പയ്യൻ അത് നടന്നു പോകുന്നത് കണ്ടുവെന്ന്. എന്നിട്ട് വെട്ടുകാടുള്ള ഒരു കൂട്ടുകാരനൊപ്പമാണല്ലോ ഇവൻ മാർച്ച് 3-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അവൻ ഈ മരണ വാർത്ത അറിഞ്ഞിട്ടും ബന്ധുക്കളെയോ പോലീസിനെ വിവരം അറിയിച്ചില്ല. പേടിച്ചിട്ട് ഒളിവിൽ താമസിച്ചു. അവൻ എന്തിന് പേടിച്ച്? അവൻ കുറ്റം ചെയ്തില്ലെങ്കിൽ എന്തിന് അവൻ പേടിച്ച് ഒളിവിൽ പോകണം? അതൊരു വലിയ സംഭവമല്ലേ? അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണ്ടേ? എന്തിന് അവൻ ഒളിവിൽ താമസിച്ചു? എന്തിന് അവൻ പേടിച്ചു? ഈ അഭിജിത്തും അവനുമായി യാതൊരു ശത്രുതയുമില്ല. അഭിജിത്തിന്റെ മരണത്തിൽ അവന് പങ്കാളിത്തമില്ല എങ്കിൽ തന്റെ കൂട്ടുകാരൻ, തന്നെ വിശ്വസിച്ച് തന്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന തന്റെ കൂട്ടുകാരൻ ട്രെയിൻ തട്ടി മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും അത് പോലീസിനെയോ, അത് അജ്ഞാതനല്ല, അത് സനാതനാണ്, അനാഥനല്ല സനാതനാണ് എന്ന് പോലീസിനോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ വിളിച്ചു പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കാത്ത ആ സുഹൃത്തിനെ സുഹൃത്തെന്ന് വിളിക്കാൻ പോലും കൊള്ളില്ല.
അയാളെ വിശദമായി ചോദ്യം ചെയ്യണം. അവൻ പറയുന്ന മൊഴി അനുസരിച്ച് പേട്ടയിലെ ഏതൊക്കെ സുഹൃത്തിനൊപ്പം അഭിജിത്ത് പോയി എന്നാണ്. എവിടെയാ സുഹൃത്തുക്കൾ? പേട്ട പോലീസ് എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ? എത്രയും വേഗം അവരെയും കൊണ്ടുവരണം. എന്നിട്ട് ചോദിക്കണം എന്താണ് സംഭവിച്ചതെന്ന്. ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിട്ടതാണോ അതോ അടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവിടെ കൊണ്ടിട്ടതാണോ എന്നൊക്കെ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സംഭവമുണ്ട്. പേട്ട പോലീസ് ഓർക്കണമെന്നില്ല ഈ കഥയൊന്നും. ഗിരീഷ് എന്ന ഒരു കുട്ടി, ഗിരീഷ് SFI പ്രവർത്തകനായിരുന്നു. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് അവൻ്റെ മരണം. അവൻ വലിയ സമർത്ഥനായിരുന്നു. അവനെ ഇതുപോലെ പേട്ട സ്റ്റേഷനടുത്താണ്, പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെയിൽവേ ട്രാക്കിലാണ് മരിച്ചു കിടന്നത്. അതും പോലീസ് ഇതുപോലെ എഴുതിത്തള്ളി. രക്ഷിതാക്കൾ ഇന്നും കണ്ണീര് കുടിക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഗിരീഷ്, SFI പ്രവർത്തകരായിരുന്നു. അപ്പോൾ ഗിരീഷിന്റെ മരണം, ഇങ്ങനെ ഒരുപാട് മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഓർമ്മകൾ ചികഞ്ഞു നോക്കിയാൽ ഇനിയും പല ആളുകൾക്കും പല സംഭവങ്ങളും കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് അഭിജിത്തിന്റെ മരണത്തിൽ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകണം. വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടിയും ഉണ്ടാകണം.